أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا همة الشيخ اهضري لنا بهذا المحضر والتعت في بنظرة تأتي لنا بالظفر. കഴിഞ്ഞ ആഴ്ചത്തെ ബുഗയത്തുൽ മുസ്തഫീദിൻ്റെ ദർസിൽ ഖുത്ബാനിയത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും വിലായത്തിൻ്റെ ഹത്തമിനെ കുറിച്ച് ഒക്കെയാണ് സംസാരിച്ചിരുന്നത്. അത് കുറച്ച് ദൈർഘ്യമേറിയ സംസാരമായിരുന്നു. കഴിഞ്ഞ 3-4 ദർസിൽ നമ്മൾ തന്നെയാണ് സംസാരിച്ചത്. അതിനുശേഷം സയ്യിദ്നാ ഷേഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ ഖുത്ബുൽ മഖ്തൂം എന്ന ഖത്മിയ്യത്തിൻ്റെ മഖാം അലങ്കരിച്ചതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വബഅദ ശഹരിൻ വലൈലിൻ ഇർതഖാ ഇലാ മഖാമിഹിൽ അസീസിൽ മുൻതഖാ മഖാമിഹിൽ മഖ്തൂമി അൻ കുല്ലിൽ വറാ സിവൻ നബിയ്യി മാ വറാഅഹു വറാ. വബഅദ ശഹരിൻ വലൈലിൻ ഇർതഖാ, ഒരു മാസത്തിന്, അതായത് ഖുത്ബാനിയത്ത് അല്ലെങ്കിൽ ഖുത്ബാനിയത്തിൻ്റെ മഖാമെത്തിയതിന് ഒരു മാസത്തിന് ശേഷം, വലൈലിൻ പിന്നെ ഒരു മാസവും ഒരു ദിവസവും, മുഹറം മാസത്തിലാണെന്ന് പറഞ്ഞു. മുഹറം മാസം സഫറിലേക്ക് കടക്കുമ്പോൾ ഒരു മാസവും ഒരു ദിവസവും കഴിഞ്ഞിർത്തക്ക മഹാനവറുകൾ ഉയർന്നു പ്രവേശിച്ചു. ഇലാ മഖാമിഹിൽ അസീസുൽ മുൻതഖ, തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ഉന്നതമായൊരു മഖാമിലേക്ക്. മഖാമിഹിൽ മഖ്തൂം, അതേത് മഖാമാണ്? മറക്കപ്പെട്ട മഖാമാണ്. അൻകുല്ലിൽ വറ, എല്ലാവരിൽ നിന്നും. ആ മഖാമിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അത്രയും ഉന്നതമായ മറക്കപ്പെട്ടൊരു മഖാമാണത്. ശിവൻ നബിയെ ഒരാൾക്കും അറിയില്ല എന്നല്ല, ആർക്കും അറിയില്ല എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴികെ ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയില്ല. മാ വറാഅഹു വറാ, അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയനെത്താൻ പറ്റുന്ന വേറൊരു മഖാമും ഇല്ല. അത്രയും ഉന്നതമായ ഒരു മഖാമിലേക്ക് മഹാനവറുകൾ എത്തിച്ചേർന്നു. ഇതിൽ ബഹുമാനപ്പെട്ട തിജാനി ബിൻ ബാബ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്ന ഒരു മാസവും ഒരു ദിവസവും കഴിഞ്ഞിട്ട് ഈ മഖാമിലെത്തി എന്ന് പറയുന്നുണ്ടല്ലോ, അത് കിതാബുൽ ജാമിയുടെ ഒരു പകർപ്പിൽ നിന്ന് മഹാനവറുകൾക്ക് മനസ്സിലായതാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ശരിക്കും ഒരു മാസവും ഒരു ദിവസം കഴിഞ്ഞിട്ടല്ല, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണത് ആ ഒരു മഖാമിലേക്ക് സയ്യിദ്നാ ഷേഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എത്തിച്ചേർന്നെന്നും ആ മഖാം എത്തിയത് 1218 ഹിജ്റ വർഷം 1218 അറബി മുൻഷാഹി തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആ എത്തിയ ദിവസം മുഹറം കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസം എന്താ? സഫറല്ലേ. സഫർ 18 ആ ഒരു മഖാമ് മഹാനവറുകൾ എത്തിച്ചത്. സഫർ മാസത്തിലെ 18ാമത്തെ ദിവസമാണ് ആ മഖാമ് മഹാനവറുകൾ എത്തിച്ചത് എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ അത് ഏത് വർഷമാണെന്നുള്ളതിന് തർക്കമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ തർക്കമില്ല. പക്ഷേ കിതാബുൽ ജാമിയുടെ ചില പ്രതികളിൽ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിലുള്ള കിതാബുൽ ജാമിയിലുള്ളതല്ല എന്നും പിന്നീട് ആരോ എഴുതിയെടുത്തപ്പോൾ, കിതാബ് എഴുതിയെടുത്തപ്പോൾ അതിൽ അങ്ങനെ വന്ന് ചേർന്ന് പോയതാണെന്നും ആണ് ബഹുമാനപ്പെട്ട അറബി മുൻഷാഹി തങ്ങൾ പറയുന്നത്. സാധാരണ ഈ ഒരു ദിവസം സഫർ 18 നമ്മൾ ഖത്മിയ്യത്തിൻ്റെ ദിവസമായി തിജാനികളൊക്കെ ആചരിക്കാറുണ്ട്. അത് സയ്യിദ്നാ ഷേഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഏറ്റവും ഉന്നതമായ മഖാം എത്തിച്ച ദിവസം എന്നുള്ള അർത്ഥത്തിൽ. ഈ ആദ്യത്തെ ഭാഗം പ്രധാനമായും ആ വർഷത്തിന് ചൊല്ലിയുള്ള വിശദീകരണമാണ്. ഞാനതിൻ്റെ മലയാളം മാത്രം വായിക്കാം. ഗ്രന്ഥകർത്താവ് പറയുന്നു, സയ്യിദ്നാ ഷേഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും മഹത്തായ ഖുതുബിയ്യത്തിൻ്റെ സ്ഥാനത്ത് എത്തിച്ചേർന്നതിന് ശേഷം ഒരു മാസവും ചില രാത്രികളും പിന്നിട്ടപ്പോൾ തൻ്റെ ഏറ്റവും പൂർണ്ണമായ ഖുതുബിയ്യത്തിൻ്റെ സ്ഥാന പദവികളിലേക്ക് അദ്ദേഹം ഉന്നതങ്ങളിലേക്ക് ഉയർന്നു. അങ്ങനെ അനാദിയിലെ അദ്ദേഹത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട അതിമഹത്തായ ആദരണീയ സ്ഥാനത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. അത് അൽ ഖത്മിയ്യത്ത്, മറക്കപ്പെട്ടത് എന്ന സ്ഥാനമാണ്.
അള്ളാഹു താല ആ സ്ഥാനത്തിന് യഥാർത്ഥ സത്തയെ എല്ലാ സൃഷ്ടികളിൽ നിന്നും പൂർണ്ണമായി മറിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പിന്നീടുള്ള ചർച്ചയിൽ വരുന്നുണ്ട്, അപ്പോൾ പറയാം. സയ്യിദുൽ വജൂദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും യഥാർത്ഥ രാജാവായ അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പ് കൊണ്ട് ആ സ്ഥാനത്തിന് അർഹനായ അതിൻ്റെ ഉടമയുമല്ലാതെ മറ്റാരും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അത് ഏറ്റവും സവിശേഷവും ഏറ്റവും ഉന്നതവുമായ സ്ഥാനമാണ്. ആരിഫീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും പദവികളിൽ മുകളിൽ മറ്റൊരു സ്ഥാനവുമില്ല. ആദരണീയമായ സഹാബാക്കൾക്ക് സ്ഥിരപ്പെട്ടതൊഴികെ ശ്രേഷ്ഠതയിലും മുൻഗണനയിലും സഹാബാക്കൾക്ക് മുകളിൽ അമ്പിയാക്കന്മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്പിയാക്കന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കന്മാർ, സഹാബാക്കൾ, ഇവർ കഴിഞ്ഞാൽ വിലായത്തിൽ അതിനേക്കാൾ മുകളിലൊരു സ്ഥാനമില്ല. ആ സ്ഥാനത്താണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എത്തിച്ചേർന്നത്. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ സ്ഥാനത്ത് അതായത് ഖത്മിയ്യത്തിൻ്റെ സ്ഥാനത്ത് എത്തിച്ചേർന്നത് അതിന് തൊട്ട് മുമ്പുള്ള വർഷം സഫർ മാസം 18 പിന്നിട്ടപ്പോഴാണെന്ന് അൽ ജാമി എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചത് കവി ഈ 2 വരികൾ കോർത്തിണക്കിയിരിക്കുന്നു. അതനുസരിച്ച് നോക്കുമ്പോൾ അദ്ദേഹം കുത്തുബിയ്യത്തിൻ്റെ സ്ഥാനത്ത് എത്തിച്ചേർന്നത് അതേ വർഷം മുഹറം മാസത്തിൻ്റെ ആദ്യത്തിലായിരിക്കും. എന്നാൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അനുചരന്മാരിൽപ്പെട്ട ഉന്നതരും പ്രത്യേകക്കാരുമായ ചിലരുടെ സംഭാഷണങ്ങളിൽ നിന്ന് ഞാൻ ഓർത്തുവെക്കുന്നത് അദ്ദേഹം റളിയല്ലാഹു അൻഹു ഈ ഖത്മിയ്യത്തിൻ്റെ സ്ഥാനത്ത് എത്തിച്ചേർന്നത് മേൽപ്പറഞ്ഞ നൂറ്റാണ്ടിലെ 18-ാം വർഷത്തിലാണ്, അതായത് ഹിജറ 1218-ലാണ്. അപ്പം അറബി മുൻസായി തങ്ങൾ പറയുന്നത് കിതാബുൽ ജാമിയിൽ ഇങ്ങനെ ഒരു ഉദ്ധരണി കണ്ടതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തിജാനി ബിൻ ബാബ തങ്ങൾ അത് അതേ വർഷം ഒരു മാസം കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞത്. എന്നാൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അടുത്ത ശിഷ്യന്മാരുമായി ഇടപഴകിയ ബഹുമാനപ്പെട്ട അറബി ബിൻ സായി തങ്ങൾ അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് 1218-ാമത്തെ വർഷത്തിലാണെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം വന്നത് എങ്ങനെയാണെന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. പരാമർശിക്കപ്പെട്ട സയ്യിദിൽ നിന്ന് നാം ഓർത്തുവെക്കുന്ന ഈ കാര്യത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് ജവാഹിർ മാനിയുടെ രചയിതാവ് അതിൻ്റെ രചന പൂർത്തിയാക്കിയത് മേൽവർഷത്തെ ദുൽഖഅദ് മാസത്തിൻ്റെ മധ്യത്തിലാണ് എന്നതാണ്. അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശിഷ്യന്മാരിൽ നിന്ന് പലരിടത്തു നിന്നും അറബി ബിൻ സായി തങ്ങൾ നേരിട്ടത് മനസ്സിലാക്കി എന്ന് പറഞ്ഞു. ഇനി അതിനെ കുറച്ചും കൂടി ബലപ്പെടുത്തുന്ന മറ്റൊരു തെളിവ് എന്താണെന്ന് പറഞ്ഞാൽ ജവാഹിർ മാനി രചിച്ചത് അതേ വർഷം, ഈ പറയപ്പെടുന്ന വർഷം ദുൽഖഅദിലാണ്. അതായത് മേൽപ്പറഞ്ഞ ചരിത്രപ്രകാരം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ സ്ഥാനത്തെത്തിയ സമയത്തേക്കാൾ ഏകദേശം 8 മാസത്തോളം വൈകിയാണ് അദ്ദേഹം ആ ഗ്രന്ഥരചന പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്ക് പ്രകാരം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ ഖത്മിയ്യത്ത് എന്നുള്ള സ്ഥാനം എത്തിയത് അതേ 1214 അതേ 1214 ദുൽഖഅദ് മാസത്തിലാണ് ജവാഹിർ മാനി പൂർത്തീകരിക്കപ്പെട്ടത്. അപ്പോൾ 15-ാം വർഷം വരെ അദ്ദേഹം ഷെയ്ഖിൽ നിന്ന് യാത്ര പോവുക, അദ്ദേഹം പിരിയുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും അദ്ദേഹം ആ സ്ഥാനത്തെക്കുറിച്ച് ജവാഹിർ മാനി പരാമർശിച്ചിട്ടില്ല. അപ്പോൾ അതേ വർഷമാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ആ മഖാം എത്തിയ ഒരു പ്രഖ്യാപനം ഉണ്ടായതെങ്കിൽ അത് ശിഷ്യന്മാർക്കൊക്കെ വ്യാപകമായി അറിയുന്നൊരു കാര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് ജവാഹിർ മാനിയിൽ അത് പരാമർശിക്കപ്പെടാത്തത്? എന്തായാലും ആ വർഷം തന്നെ എഴുതപ്പെട്ട ജവാഹിർ മാനിയിൽ ഉണ്ടാവണമെന്നല്ലോ. കാരണം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ വിട്ടുപിരിയാതെ വർഷങ്ങളോട് കൂടെ കഴിഞ്ഞ ആളാണ് അലി ഹറാസിമി തങ്ങൾ. അലി ഹറാസിമി തങ്ങൾക്ക് ഈ വിഷയം അറിയാതെ പോവുകയുമില്ല. പിന്നെ എങ്ങനെയാണ് അത് എഴുതാതിരുന്നത്? ഇത് അദ്ദേഹത്തിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ശ്രദ്ധയും സൂക്ഷ്മതയും തന്നെ. അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട അലി ഹറാസിമി തങ്ങൾ. അതുകൊണ്ട് അലി ഹറാസിമി തങ്ങൾ ഈ ഒരു വിഷയം അതിൽ എഴുതാതിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. സംശയമില്ലാതെ അതിൽ മറ്റാരും അദ്ദേഹത്തെ മുൻകടന്നിട്ടില്ല. അതിനാൽ അൽ ജാമിൻ്റെ നിലവിലുള്ള പകർപ്പ് പൊതികളിലുള്ളത് പകർത്തി എഴുത്തുകാരിൽ നിന്നുള്ള തിരുത്തലുകൾ മാത്രമാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കും. കാരണം അത് അറിയാൻ വേണ്ടി രചയിതാവിൻ്റെ പകർപ്പോ അല്ലെങ്കിൽ മൂലഗ്രന്ഥത്തിൽ നിന്ന് ശരിപ്പെടുത്തിയ പകർപ്പോ ഫാസിലോ അതിൻ്റെ പരിസരങ്ങളിലോ ആർക്കും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ കിതാബുൽ ജാമിയിൽ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ആ കിതാബുൽ ജാമിയിൽ ഉള്ള ആ ഭാഗം ആരെങ്കിലും എഴുതിയെടുത്തപ്പോൾ വന്ന ഒരു പേവായിരിക്കും. അല്ലാതെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ജവാഹിർ മാനിയിൽ അത് വന്നിട്ടില്ല എന്ന കാരണം കൊണ്ട്.
ഉന്നതമായ സ്ഥാനങ്ങളുള്ള മറ്റെല്ലാവരിൽ നിന്നും വേറിട്ട് സയ്യിദുനാ ഷേഖിന് മാത്രം പ്രത്യേകപ്പെട്ട ഈ ഖത്മിയത്തിൻ്റെ സ്ഥാനത്തിന് യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചാണെങ്കിൽ നീ അറിയുക, വിശ്വാസത്തിൻ്റെയും സത്യപ്പെടുത്തലിൻ്റെയും വെളിച്ചം കൊണ്ട് അള്ളാഹു എനിക്കും നിനക്കും സഹായം നൽകട്ടെ. അറിവിൽ ആയമുള്ളവരുടെ വാക്കുകൾ നൽകുന്ന വിവരമനുസരിച്ച് മറക്കപ്പെട്ട കുത്തുബുൽ മഖ്തൂം 2 കുത്തുബുകളാണ്. അപ്പോൾ ഈ കുത്തുബുൽ മഖ്തൂം നമ്മൾ പറയുന്നത് 2 കുത്തുബുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനർത്ഥം കുത്തുബുൽ മഖ്തൂം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ആ മക്കാമ് 2 ആൾക്കുണ്ടെന്നല്ല. അത് അതേ പ്രയോഗം 2 ആൾക്ക് പറയപ്പെടാറുണ്ട്. അതെന്താന്ന് വിശദീകരിക്കാം. അവലൻ, ഒന്നാമത്തത് ഹുവ ഖുതുബുല്ലദീ യുദ്ഹിറുല്ലാഹ്, അതൊരു കുത്തുബാണ്. ആ കുത്തുബിനെ അള്ളാഹു വെളിവാക്കി. ഇമാമൻ അദ്ലൻ ബി വിലായത്ത് ലാഹിറ, ഒരു ലാഹിറായ വിലായത്തിനെ വെളിവാക്കുന്ന ഒരു ലാഹിറായ ഇമാമത്തിന് വെളിവാക്കുന്ന ആദിലായ നീതിമാനായ ഒരു ഇമാമായിക്കൊണ്ട് ഫി ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ, ഈ ഉമ്മത്തിൽ വിലായത്ത് ബാഹ്യമായി കാണിക്കുന്ന ഒരു നീതിമാനായ ഒരു വലിയ ഒരു കുത്തുബിനെ അള്ളാഹു വെളിവാക്കും. എപ്പോഴാണ് വെളിവാക്കുക? ആഹിർ ജമാനിൽ ഒരു കുത്തുബ് വെളിവാകും. ആ കുത്തുബിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ആ വിലായത്തിന് ബാഹ്യമായി തന്നെ കാണിക്കുന്ന ഒരാളാണ്. വഹു ഐറ ഇമാമുൽ മുൻതദിർ, എന്നാൽ അത് ഇമാം മഹദി അല്ല. നമ്മൾ വിചാരിക്കുക അത് ഇമാം മഹദി ആണോ? അല്ല. ഇമാം മഹദി അല്ലാതെ ഒരു കുത്തുബ് വരാനുണ്ട്. ആ കുത്തുബിനെ കുറിച്ച് പല ഇടങ്ങളിലായി ഫുതുഹാത്തുൽ മക്കീലൊക്കെ പറഞ്ഞത് കാണാം. മറക്കപ്പെട്ടൊരു കുത്തുബ്. ആ കുത്തുബ് ആഹിർ ജമാനിൽ വരാനിരിക്കുന്നതാണ്. വരുന്ന ആള് ആ വിലായത്തിനെ ബാഹ്യമായി വെളിവാക്കും. അത് ഇമാം മഹദി അല്ല. ലിഅന്ന ഇമാമുൽ മുൻതദിർ ഐറ കുത്തുബിൻ, കാരണം ഇമാമുൽ മുൻതദിറായ ഇമാം മഹദി കുത്തുബല്ല. വഹാദാ ഹുവല്ലദീ ഇത്വല ഷെയ്ഖ് മുഹിയുദ്ദീൻ, ഈ ഒരു മഖാമിനെ കുറിച്ചാണ് ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അള്ളാഹു വെളിവാക്കി കൊടുത്തത്. അലാ ഇസ്മിഹി വ ബലദിഹി വ നസ്ബിഹി, ആ ആൾ ആരാണെന്നുള്ളതിന് അവരുടെ പേരും സ്ഥലവും അതുപോലെ അവരുടെ പിതൃപരമ്പരയും ഒക്കെ ഇബ്നു അറബി തങ്ങൾക്ക് അള്ളാഹു വെളിവാക്കി കൊടുത്തിട്ടുണ്ട്. വഖാലഹു തഅരീഫു മിനല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്നു അറബി തങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ബിജമീ അഹ്വാലി, അതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ ആത്മീയമായ അവസ്ഥകളും വെളിവാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ സുമ്മ വഖാലഹു അന്നഹയു, പിന്നെ അത് അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു അതിന് വിലക്കി. അൻ ഇഫ്ഷാ ദാലിക്, അത് വെളിവാക്കുന്നതിന് തൊട്ട്. ഫസമ്മാഹു മഖ്തൂമൻ, അപ്പോൾ മുഹിദ്ദീൻ ഇബ്നു അറബി തങ്ങൾ അദ്ദേഹത്തിന് നൽകിയ പേരാണ് മഖ്തൂം, മറക്കപ്പെട്ടത്. മിൻ ഇന്ദ നഫ്സിഹി ബിസബബി നഹയിഹി അൻ ഇഫ്ഷാഹി അംരിഹി, അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയപ്പെടാൻ അനുവാദമില്ലാത്തത് കൊണ്ട്. മുഹിദ്ദീൻ ഇബ്നു അറബി തങ്ങൾക്ക് അറിയാം മൂപ്പരെക്കുറിച്ച് വ്യക്തമായിട്ട്. ആ വ്യക്തമായി അറിഞ്ഞ ആ ഒരു കാര്യം പറയാനുള്ള അനുമതി ഇല്ലാത്തത് കൊണ്ട് മഖ്തൂം എന്നറിയപ്പെട്ടു. അതാണ് ഒന്നാമത്തെ ഒരു കുത്തുബുൽ മഖ്തൂം. അപ്പോൾ രണ്ടാമത്തെ കുത്തുബുൽ മഖ്തൂം ഉണ്ട്. ഹുവ കുത്തുബുൽ മഖ്തൂം അല്ലദീ തഹദ്ദസൽ ഔലിയായി വൽ അഖ്താബു ബിഹി, അത് ഔലിയാക്കന്മാരും അഖ്താബിങ്ങളൊക്കെ സംസാരിച്ച ഒരു കുത്തുബുൽ മഖ്തൂമാണ്. അതാണ് ഏറ്റവും ഉന്നതമായ മറക്കപ്പെട്ട വിലായത്ത് എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ അവസ്ഥ. അതാണ് സയ്യിദ്നാ ഷേഖ് റളിയല്ലാഹു തങ്ങൾ നേടിയെന്ന് പറയുന്നത്. എന്നാൽ വേറൊരു കുത്തുബുണ്ട്. ആ കുത്തുബാണ് ഒന്നാമത് പറഞ്ഞത്. അത് ആഖിർ ജമാനിൽ വരുന്ന കുത്തുബാനിയത്തിനെ വെളിവാക്കുന്ന കുത്തുബാൻ. അവര് ഇമാം മഹദി അല്ല. അവരാരാണെന്നും എവിടെയാ വരികയെന്നും അവരുടെ പേരെന്താണെന്നും നാടെന്താണെന്നും അവരുടെ പിതൃപരമ്പര എന്താണെന്നും എല്ലാം മുഹിദ്ദീൻ ഇബ്നു അറബി തങ്ങൾക്ക് അള്ളാഹു വെളിവാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പറയാനുള്ള അനുമതി ഇല്ലാന്ന് മാത്രം. എന്നാൽ കുത്തുബുൽ മഖ്തൂമിനെ കുറിച്ച് യഥാർത്ഥത്തിലുള്ള മറക്കപ്പെട്ട കുത്തുബ് എന്ന് പറയുന്ന ഏറ്റവും ഉന്നതനായ അള്ളാഹുവിനും അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മാത്രം അറിയുന്നു എന്ന് പറയുന്ന, വേറെ ആർക്കും അറിയില്ല എന്ന് പറയുന്ന കുത്തുബുൽ മഖ്തൂം ഉണ്ടല്ലോ, സയ്യിദ്നാ ഷേഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവകാശപ്പെട്ട ആ സ്ഥാനം അതിനെക്കുറിച്ച് ആളുകൾക്ക് ആർക്കും അറിയില്ല.
ആകെ അറിയുന്നത് ആഖിർ വരും മഗ്‌രിബിലാണെന്നുള്ളത് മാത്രം. ഇത് രണ്ടും മനസ്സിലാക്കണം. ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് വിവരങ്ങളാണ്. അസാനി ഹുവൽ ഖുതുബുൽ മഖ്തൂം അല്ലദീ തഹദ്ദസ ഔലിയാ വൽ അഖ്താബു ബിഹി. രണ്ടാമത്തെ ഖുതുബുൽ മഖ്തൂമിനെ കുറിച്ച് ഔലിയാക്കന്മാരൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അഖ്താബുകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. വതാലമാ തമന്ന കുല്ലു വാഹിദിൻ മിൻഹും മഖാമഹു. ആ ഔലിയാക്കന്മാരും അഖ്താബുകളൊക്കെ ആ ഒരു സ്ഥാനത്തെ കൊതിച്ചിട്ടുണ്ട്. ഞാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ആരാന്ന് അറിയാൻ വരെ ആഗ്രഹിച്ചിട്ടുണ്ട്. വലാ തഅസർ വാഹിദും മിൻഹും അലാ മാ തഹഖഖു തഅരീഫ് ബി. പക്ഷെ അവരിൽ ഒരാൾക്ക് പോലും അതിനെക്കുറിച്ച് ഒരു അറിവും ലഭിച്ചില്ല. ആരാണെന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവും അവർക്കാർക്കും ലഭിച്ചില്ല. വആയതമാ ഇത്തലഉ അലൈഹി അന്നഹു യകൂനു ഫി ആഖിർ സമാന ബിൽ മഗ്രിബ്. അതിൽ തന്നെ അവർക്ക് അറിയാൻ പറ്റിയ ഏറ്റവും ഉന്നതമായ അറിവ്, അവരുടെ അറിവിൽ വെച്ച് അതിലേക്ക് അവർക്ക് കിട്ടിയ അറിവ്, ഏറ്റവും ഉന്നതമായ അറിവ് എന്താണ്? അത് മഗ്‌രിബിൽ അവസാന കാലഘട്ടത്തിൽ, മഗ്‌രിബ് എന്ന് പറഞ്ഞ പ്രദേശം, അതായത് ആഫ്രിക്കയിലെ മൊറോക്കോ, അൾജീരിയ, മൗറിത്താനിയ ഒക്കെ അടങ്ങുന്ന ആ ഒരു പ്രദേശത്തെയാണ് മഗ്‌രിബ് എന്ന് പറയാം. ആ മഗ്‌രിബിലായിരിക്കും അദ്ദേഹം ഉണ്ടാവുക, അത് അവസാന കാലഘട്ടത്തിലായിരിക്കും എന്നേ അവർക്ക് അറിവ് കിട്ടിയിട്ടുള്ളൂ. وكثيرا ما يذكرون لفظ المكتوم مقرونة بلفظ الختم. പല ആളുകളും, ഈ പറഞ്ഞ ആളുകളൊക്കെ പലരും ഈ കുതുബുൽ മക്തൂമിനെ ഖത്മുൽ വിലായയായിട്ട് ഒരുമിച്ച് കൂട്ടി പറയാറുണ്ട്. ലിമാ ഖദ്ദംനാഹു, നമ്മൾ മുമ്പ് അതിനെപ്പറ്റി വിശദീകരിച്ചതുപോലെ. മിൻ തദാഖുലുൽ കലാമി ഫീ ഹഖീഖത്തൈൻ. എന്തുകൊണ്ടാണ്? ആ രണ്ട് യാഥാർത്ഥ്യങ്ങൾ തമ്മിലും ഒരുപാട് ഇടകലർന്ന ചർച്ചകൾ വരാറുണ്ട് എന്ന കാരണം കൊണ്ട്. മാ ഖിയാമി വസ്ഫിഹിമാ ബി മൗസൂഫി വാഹിദിൻ. അങ്ങനെ വരാൻ ഉള്ളതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ഇത് രണ്ടും ഒരാളുടെ തന്നെ മക്കാമാണ്. ഖത്മുൽ വിലായ എന്ന് പറയുന്നതും ഒരാളുടെ മക്കാമാണ്. അതേ ആൾ തന്നെയാണ് കുതുബുൽ മക്തൂമും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പ്രയോഗിക്കപ്പെടാറുണ്ട് എന്ന കാരണം. അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ട് കുതുബുൽ മക്തൂമുണ്ട്. മറക്കപ്പെട്ട കുതുബ് എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിൽ പറയാറുണ്ട്. ഒന്നാമത്തത് അത് മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾക്ക് വ്യക്തമായി അള്ളാഹ് അറിയിച്ചു കൊടുത്ത ഒരാളാണ്. പക്ഷേ ആ അറിയിച്ചു കൊടുത്ത ആൾ അവസാന കാലഘട്ടത്തിൽ വരുന്ന ആളാണെന്നും അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നും നസബ് എന്താണെന്നും ഏത് നാട്ടിലാണെന്നും എല്ലാം വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മീയ അവസ്ഥകൾ വരെ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളവരോട് പറയാനുള്ള അനുമതി കൊടുത്തില്ല. അതാണ് ഒരു ടൈപ്പ് കുതുബുൽ മക്തൂം. രണ്ടാമത്തത് മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾക്ക് എന്നല്ല, ലോകത്തുള്ള ഒരാ വലിയനും അറിയാൻ സാധിച്ചിട്ടില്ല അവരാരാണെന്ന്. പക്ഷേ അവസാന കാലഘട്ടത്തിൽ വരുന്ന ആളാണെന്നും മഗ്‌രിബ് പ്രദേശത്തിലുള്ള മൊറോക്കോ, അൾജീരിയ, മൗറിത്താനിയ പോലെയുള്ള നാടുകളിൽ നിന്നാണ് വരിക, ആഖിർ സമാനിലാണ് വരിക എന്നവർക്ക് മനസ്സിലായി. അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തൊന്നും അവർക്ക് അറിയില്ല. വൻദുർ ഇലാ മാ തർജമ ബിഹി ഷെയ്ഖ് മുഹീദ്ദീൻ കിതാബുഹു. മുഹീദ്ദീൻ ഇബ്നു അറബി ഈ കാര്യത്തെക്കുറിച്ച് പറയുന്ന കിതാബിൻ്റെ ശീർഷകമുണ്ടല്ലോ, അത് അതിൻ്റെ ടൈറ്റിൽ, അതൊന്ന് നിങ്ങൾ നോക്കുക. അല്ലദീ അല്ലഫഹു ഫീ ദാലിക ഹൈസു ഖാല ഫീഹി മാ തർജമ ബി. ഈ വിഷയത്തിൽ മഹാനവകൾ എഴുതിയ കിതാബിൽ അതിൻ്റെ ശീർഷകം എന്താണ് കൊടുത്തത്? അൻഖാഉ മഗ്‌രിബിൻ ഫി ഖത്മിൽ ഔലിയാഇ വശംസി മഗ്‌രിബ്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങളുടെ കിതാബിൻ്റെ പേരാ അൻഖാഉ മഗ്‌രിബിൻ ഫി ഖത്മിൽ ഔലിയാ വശംസി മഗ്‌രിബ്. നമ്മൾ ഖത്മുൽ ഔലിയ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും, ഖത്മുൽ ഔലിയ ഇതൊക്കെ നിങ്ങളെന്താ ഈ പറയണത്, ഇങ്ങനെ കാര്യങ്ങളുണ്ടാവും, അങ്ങനെ സംഭവമില്ല, അങ്ങനെ വിശ്വസിച്ചാൽ നമ്മൾ ചിലപ്പോൾ പേച്ചു പോയി എന്നൊക്കെ ആൾക്കാർ പറയും. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് തന്നെ കിതാബുകൾ അതേ പേരിൽ എഴുതപ്പെട്ടിട്ടുണ്ട് കുറേ കിതാബുകൾ. മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾ ആരും നിഷേധിക്കില്ലല്ലോ. മഹാനവകളുടെ കിതാബിൻ്റെ പേര് തന്നെ അൻഖാഉ മഗ്‌രിബിൻ ഫിൽ ഖത്മിൽ ഔലിയ വശംസിൽ മഗ്‌രിബ് എന്ന. ആൻകാ മഗ്‌രിബ് എന്ന് പറഞ്ഞാൽ, ആൻകാ എന്ന് പറഞ്ഞ ഒരു അത്ഭുത പക്ഷിൻ്റെ പേരാണ്. മഗ്‌രിബിലെ ആൻക ഫി ഖത്മിൽ ഔലിയ ശംസുൽ മഗ്‌രിബ്. ഖത്മുൽ ഔലിയാനെ കുറിച്ചും
അതുപോലെ തന്നെ മഗ്രിബിലെ സൂര്യനെക്കുറിച്ചുമൊക്കെ വ്യക്തമാക്കുന്ന മഗ്രിബിൻ്റെ ആൻക പക്ഷി എന്നാണ് ആ കിതാബിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ഹെഡിങ് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവുന്ന പറയുന്നത് എന്താ നോക്കുക. വല്ലഫ്സുൽ ഹത്തമിൽ ഔലിയ, ഈ ഹത്തമിൽ ഔലിയ എന്നുള്ള ലഫ്സ് ലാഹിറു ദലാലത്തി അല ഹത്തമിൽ മദ്കൂർ, അത് നമ്മൾ മുമ്പ് വിശദീകരിച്ച ഹത്തമിൽ ഔലിയ എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ആൻകാ മഗ്രിബ് ഫിൽ ഹത്തമിൽ ഔലിയ എന്ന് പറഞ്ഞല്ലോ, അവിടെ ഈ ഹത്തമിൽ ഔലിയ എന്ന് പറഞ്ഞത് നമ്മൾ മുമ്പ് വിശദീകരിച്ച ഹത്തമിൽ ഔലിയ തന്നെയാണ്. വഅത്ഫുഹു അലൈഹി ഖൗലുഹു ശംസുൽ മഗ്രിബ്, എന്നാൽ അതിലേക്ക് ചേർത്തിയിട്ട് ഒരു വാക്കും കൂടി പറഞ്ഞു. എന്താണത്? വശംസുൽ മഗ്രിബ്, മഗ്രിബിലെ ശംസ്, അതായത് ആ മഗ്രിബ് നാട്ടിലെ സൂര്യൻ എന്ന് പറഞ്ഞു. ഫീഹി ഈമാഉൻ ഇലാ മഖാമിൽ ഖത്മിയ്യതി, അത് ഖത്മിയ എന്ന മഖാമിലേക്കുള്ള സൂചനയാണ്, ഒരു രഹസ്യ സൂചനയാണ്. എന്തോ ശംസ് മഗ്രിബിലെ സൂര്യൻ എന്ന് പറയാൻ കാരണം എന്താ? അത് ഖത്മിയത്തിലേക്കുള്ള ഒരു സൂചനയാണ്. കാരണം ലിഅന്ന ശംസ ലാ തുബ്സറു ഹഖീഖതുഹാ, കാരണം തീർച്ചയായും സൂര്യൻ അതിൻ്റെ യാഥാർത്ഥ്യം ആർക്കും മനസ്സിലാവൂല, അത് വെളിവാവൂല. ലിശിദ്ദത്തി അശിഖത്തിൽ അൻവാരിഹി, അതിൻ്റെ കിരണങ്ങളുടെയും പ്രകാശങ്ങളുടെയും തീവ്രത കൊണ്ട് സൂര്യൻ ആർക്കും ശരിക്കും നോക്കാനോ കാണാനോ പറ്റൂല. നമ്മൾ സൂര്യനെ നേരിട്ട് നോക്കാൻ കഴിയില്ലല്ലോ, സൂര്യൻ നമ്മൾ മറിഞ്ഞെടുക്കല്ലേ. കാരണം എന്താ? സൂര്യനിലേക്ക് നോക്കിയാൽ അതിൻ്റെ കിരണങ്ങളുടെ ശക്തി കൊണ്ട്, അതിൻ്റെ പ്രകാശങ്ങളുടെ ശക്തി കൊണ്ട് നമുക്ക് നോട്ടം സാധ്യമാവില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നു ശംസുൽ മഗ്രിബ് എന്ന് പറഞ്ഞാൽ, ശംസുൽ മഗ്രിബ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് കുത്തുബുൽ മക്തൂമാണ്, ഖത്മിയത്തിനെയാണ് അവിടെ ഉദ്ദേശിച്ചത്. അത് മറിഞ്ഞെടുക്കുകയാണല്ലോ. കാന്നഹോ കാല, അത് അപ്പോൾ ഈ ഒരു ശീർഷകത്തിൽ മഹാനുകൾ പറയുന്നത് ഏതുപോലെയാണ്? ഇങ്ങനെ അവന് വ്യാഖ്യാനിക്കുക. ഫി ഹത്തമിൽ ഔലിയ ഇൽ മൗലൂം, ഇത് ഈ കിതാബ് അറിയപ്പെട്ട ഹത്തമിൽ ഔലിയനെ കുറിച്ചാണ്. അല്ലദീ ഹുവ കുത്തുബുൽ മക്തൂം, ആ ഹത്തമിൽ ഔലിയ ആരാണ്? അവർ കുത്തുബുൽ മക്തൂമും കൂടിയാണ്. അപ്പോൾ ഈ കിതാബ് ഖത്മുൽ ഔലിയനെ കുറിച്ചാണ്, അദ്ദേഹം കുത്തുബുൽ മക്തൂം കൂടിയാണ്. അപ്പോൾ ഈ കുത്തുബുൽ മക്തൂം എന്താന്ന് ആർക്കും അറിയില്ല, അതൊരു രഹസ്യമായൊരു മക്കാമ. ഖത്മുൽ ഔലിയ എന്താ, അത് ആൾക്കാർക്കറിയാം, അതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. പക്ഷെ ആ വിവരിക്കുന്ന ഖത്മുൽ ഔലിയാന്റെ മക്കാമിൽ എത്തിച്ച ആൾ തന്നെയാണ് കുത്തുബുൽ മക്തൂം, അതും അറിയാം. വല്ലദി യുഅയ്യിദു അന്നഹു ഔമഅ ഫീ ശംസിൽ മഗ്രിബ് ഇലൽ മഖാമിൽ ഖത്മിയ്യ, ഈ ശംസുൽ മഗ്രിബ് എന്നത് സൂചിപ്പിക്കുന്നത് ഖത്മിയ്യത്തിൻ്റെ മറക്കപ്പെട്ട മഖാമിനെയാണ് എന്നതിലേക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നതാണ്. ഹുവമാ ദക്കറഹു ഫി ഫുതൂഹാത്തിൽ മക്കിയ, മഹാനവകൾ ഫുതൂഹാത്തിൽ മക്കിയയിൽ പറഞ്ഞത് ഫി കലാമി അല ഹദീസ്, തുടരെ പറയുന്ന ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ അങ്ങനെ പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഈ ആൻകാ മഗ്രിബ് എന്നുള്ള കിതാബിൽ ഫി ഖത്മിൽ ഔലിയ ശംസുൽ മഗ്രിബ് എന്ന് പറഞ്ഞപ്പോൾ ഈ ശംസുൽ മഗ്രിബ് തന്നെ ഖത്മിയത്തിനാണെന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് കുറച്ച് ഓവർ വ്യാഖ്യാനമല്ല എന്നൊക്കെ തോന്നുമല്ലോ. അത് മൂപ്പരങ്ങനെ പറയാത്ത നമ്മളെന്തിനാ അങ്ങനെ പറയണമെന്നൊക്കെ ചോദിക്കുമല്ലോ. അത് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് വേറെ സ്ഥലത്ത്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പറഞ്ഞ വ്യാഖ്യാനത്തിന് കൂടുതൽ ഉറപ്പ് നൽകുന്നതാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിന് ഫുതൂഹാത്തുൽ മക്കിയയിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾ തന്നെ നൽകിയൊരു വ്യാഖ്യാനം. എന്താ ഹദീസ്? ലാ തസാലു തായിഫത്തുൻ മിൻ അഹ്ലി മഗ്രിബി ലാഹിരീന അലൽ ഹഖി ഇലാ യൗമിൽ ഖിയാമ. ഈ ഹദീസ് നമ്മളെപ്പോഴും പഠിച്ചു വെക്കേണ്ട, പറ്റുമെങ്കിൽ മനഃപ്പാടമാക്കേണ്ട ഒരു ഹദീസാണ്. നമുക്കെപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്നൊരു ഹദീസാണ്. ലാ തസാലു തായിഫത്തുൻ, വിശ്വാസങ്ങൾ പറഞ്ഞ ലാ തസാൽ, ഒരിക്കലും ഉണ്ടാവാതിരിക്കൂല, അതായത് എന്തായാലും ഉണ്ടാവും. തായിഫത്തുൻ, ഒരു കൂട്ടം, മിൻ അഹ്ലിൽ മഗ്രിബ്, മഗ്രിബിൻ്റെ നാട്ടിൽ, മഗ്രിബ് പ്രദേശത്ത് ഒരു കൂട്ടം എന്തായാലും ഉണ്ടാവും. മഗ്രിബ് പറഞ്ഞാൽ മൊറോക്കോ, മൗറിത്താനിയ, അൾജീരിയ, സെനഗലിൻ്റെ ഒരു ഭാഗമൊക്കെ അടങ്ങുന്ന ആണ് മഗ്രിബ് എന്ന് പറയുന്നത്. അവിടെ എന്തായാലും ഹക്കിൻ്റെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും. ലാഹിരീന അലൽ ഹക്ക്, ഹക്കിനെ വെളിവാക്കുന്ന ആൾക്കാരായിരിക്കും അവർ. ഹക്കിൻ്റെ മുകളിൽ ഉറച്ചു നിൽക്കുന്നവരും ഹക്കിൻ്റെ മുകളിൽ സ്ഥിരത ഉള്ളവരും ആയിരിക്കും. ഇലാ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. ഇപ്പം നമ്മൾ മശായിഖന്മാർ മഗ്രിബിലുള്ളവരാണ്,
മൊറോക്കക്കാരാണ്, മൗറിത്താനിയക്കാരാണ്, സെനഗലുകാരാണ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളാ പിടിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൻ്റെ മുകളിലാണെന്ന് പറയാൻ ഇതിനേക്കാൾ വലിയ തെളിവൊന്നുമില്ല. നമുക്ക് ഈ നമ്മൾ പറയാം എന്തിനാ ഇപ്പോൾ അവിടെയൊക്കെ പോയത്, ഇന്ന് ആഫ്രിക്കയിൽ എന്തിനാ ഇപ്പോൾ അവിടെ പോയിട്ടുള്ളൊരു ഷെയ്ഖിനൊക്കെ പിടിക്കുക, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ അല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളെ നാട്ടിനെ പറ്റി ഇങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇന്ത്യയിൽ എല്ലാ കാലത്തും കുറച്ച് ആൾക്കാർ നല്ലവരുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ വിശ്വാസങ്ങൾ വ്യക്തമായി പറഞ്ഞതാ, ലാ തദാലു, ഒരിക്കലും ഉണ്ടാവാതിരിക്കൂല, മിൻ ത്വായിഫത്തിന്, ഒരു കൂട്ടാളുകൾ, ഒരാളല്ല ഒരു കൂട്ടാളുകൾ അവിടെ ഉണ്ടാവാതിരിക്കൂല, ഒരു വിഭാഗം തന്നെ അവിടെ ഉണ്ടാവും. മിൻ അഹ്ലിൽ മാരിബ്, മാരിബിൻ്റെ പ്രദേശക്കാരിൽ, ലാഹിരീന അൽ ഹക്ക്, ഹക്കിൻ്റെ മുകളിൽ അവരോട് അടിയുറച്ച് നിൽക്കുന്ന, ഹക്കിനെ വെളിവാക്കുന്ന. ഈ ഹക്ക് എന്നുള്ള വാക്കെന്നെ ഇബ്നു അറബി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഹക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഹക്കീക്കത്തിലേക്ക് സൂചിപ്പിച്ചിട്ടാണ്. വെറും ശരീഅത്തിൻ്റെ ആൾക്കാരല്ല, ശരികൾ പലതും ഉണ്ടല്ലോ. ശരീഅത്തിൻ്റെ ആൾക്കാരും ശരിയാണ്, ത്വരീഖത്തിൻ്റെ ആൾക്കാരും ശരിയാണ്, ഹക്കീക്കത്തിൻ്റെ മാരിഫത്തിൻ്റെ ആൾക്കാർ ശരിയാണ്. പക്ഷെ ഏറ്റവും വലിയ ശരി ഹക്കീക്കത്തിൻ്റെ മാരിഫത്തിൻ്റെ ആൾക്കാരല്ലേ. എന്നാൽ മഗ്രിബിലുള്ളവർ എന്ന് പറഞ്ഞാൽ ഹക്കീക്കത്തിൻ്റെ ആൾക്കാരാണ്, മാരിഫത്തിൻ്റെ ആൾക്കാരാണ്, ആ ഏറ്റവും വലിയ ശരീൻ്റെ ആൾക്കാരാണെന്നുള്ളതിൻ്റെ സൂചനയും കൂടിയാണ് ലാഹിരീന അലൽ ഹക്ക് എന്ന വാക്ക് എന്നാണ്. അപ്പോൾ ഹക്കിൻ്റെ മുകളിൽ സ്ഥിരതയുള്ള, ഹക്കിൻ്റെ മുകളിൽ അടിയുറച്ച ആളുകൾ അവിടെ ഉണ്ടാവും. ഇലാ യൗമിൽ ഖിയാമ, അത് ഏതെങ്കിലും കുറഞ്ഞ കാലത്ത് ഉണ്ടാവുന്നല്ല, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഖിയാമത്ത് നാളോട് അടുത്ത കാലത്ത് ആഖിർ ജമാനിന്, നമ്മൾ ആഖിർ ജമാനിൽ ജീവിക്കുന്നവരാണെന്ന് നമുക്ക് സംശയമില്ലല്ലോ. ആ ആഖിർ ജമാനിൽ ജീവിക്കുന്ന നമ്മൾക്ക് നമ്മളെ പിടുത്തം, അള്ളാഹുലേക്കുള്ള നമ്മുടെ പിടുത്തം, അത് ഏറ്റവും നല്ല സ്ഥലം, പിടിക്കാൻ ഏറ്റവും നല്ല സ്ഥലം മഗ്രിബിന്നാണ്. കാരണം അവിടെയാണ് അത് ഉണ്ടാവുമെന്ന വിശ്വാസങ്ങൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ളടത്തൊന്നും ഉറപ്പില്ല, ഉണ്ടാവാതിരിക്കാം, അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ പിടിച്ചെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ഉറപ്പ് നൽകുന്നൊരു കാര്യം. ഇത് പറഞ്ഞത്, ഇത് വ്യാഖ്യാനിക്കുന്നത് നമ്മളൊന്നുമല്ല, എത്രയോ അഹ്മദ് ജാൻ തങ്ങളൊക്കെ ജീവിക്കുന്നതിൻ്റെ ഒക്കെ എത്രയോ കാലം മുമ്പ്, നൂറ്റാണ്ടുകളോളം മുമ്പ് ജീവിച്ച മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങളൊക്കെയാണ് ഇത് വിശദീകരിക്കുന്നത്. ലാ തസാലു ത്വായിഫത്തും മിൻ അഹ്ലിൽ മഗ്രിബ്, മാരിബിൻ്റെ ആളുകളിൽ കൂട്ടം ആളുകൾ ഉണ്ടാവാതിരിക്കൂല, ലാഹിരീന അലൽ ഹക്ക്, ഹക്കിൻ്റെ മുകളിൽ സ്ഥിര ഉറപ്പിച്ചവരായിട്ടില്ലാതെ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളോളം. ബാദ ദിക്രിൽ ബാബുൽ തൗബ. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തൗബനെ കുറിച്ച് പറയുന്ന തൗബനെ കുറിച്ച് വിശദീകരിച്ച്, അന്ന അലഖഹു ഫി ദാലിക്കൽ വഖ്തുൽ മാലൂം, ആ ഒരു സമയത്ത് ആഖിർ ജമാൻ്റെ സമയത്ത് തൗബയുടെ കവാടം അടക്കപ്പെടുന്നു പറഞ്ഞത്. അതായത് മഗ്രിബിന്ന് സൂര്യൻ ഉദിച്ചാൽ തൗബയുടെ കവാടം അടക്കപ്പെടുന്നു പറയുന്നുണ്ടല്ലോ. അതായത് അത് മറ്റൊരു ഹദീസിലുണ്ടല്ലോ, മഗ്രിബിന്ന് സൂര്യൻ ഉദിച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പിന്നെ പടിഞ്ഞാറിന്നിങ്ങനെ സൂര്യൻ ഉദിക്കുക നമ്മൾ പറയില്ലല്ലോ, പടിഞ്ഞാറ് കേൾക്കുന്നല്ല ഉദിക്കുക. അപ്പോൾ പടിഞ്ഞാറിന് സൂര്യൻ ഉദിക്കുക, നമ്മളിങ്ങനെ കാത്തിക്കുക സൂര്യൻ തിരിഞ്ഞുദിക്കാൻ വേണ്ടിയിട്ട്. അതിന് കൂടുതലും അതിൻ്റെ ആശയം അതിൻ്റെ മാനവീയാണെന്ന് മഹത്തുക്കൾ പറഞ്ഞത്. അതായത് അതിൻ്റെ ആ സാരത്തിലാണ് അതിൻ്റെ ആശയം കൂടുതൽ നിൽക്കുന്നത്, മറ്റേ നമ്മൾ നിഷേധിക്കല്ല. എന്താണ് ആ സാരം? ഈ വിലായത്തിൻ്റെ സൂര്യൻ, മാരിഫത്തിൻ്റെ സൂര്യൻ, അതൊക്കെ ഉദിക്കുന്നത് മഗ്രിബിന്നായിരിക്കും. അത് ആ ഒരു നമ്മളീ പറഞ്ഞ പ്രദേശത്തു നിന്നായിരിക്കും മാരിഫത്തിൻ്റെയും വിലായത്തിൻ്റെയൊക്കെ സൂര്യൻ ഉദിക്കുക. അങ്ങനെ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബൻ്റെ കവാടം അടക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് അപ്പോൾ തൗബൻ്റെ കവാടം അടക്കപ്പെടും എന്ന് പറഞ്ഞാൽ? അപ്പോൾ അവിടെ നിന്ന് ഉദിക്കാന്ന് മനസ്സിലായി, അവിടെ നിന്നാണ് ഉദിക്കൽ. അപ്പോൾ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബൻ്റെ കവാടം അടക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദീകരിച്ച ചർച്ചകളാണ്. അപ്പോൾ റഹ്മത്തുൽ ബിൽ മുഅ്മിനീൻ, അവർക്ക്, കാരണം അത് മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തായിരിക്കും. കാരണം ആ ഒരു കാലഘട്ടത്തിൽ അള്ളാഹു അവരുടെ വിലായത്തിൻ്റെ മാരിഫത്തിൻ്റെ ലോകങ്ങളൊക്കെ വെളിവാക്കി കൊടുക്കും ആളുകൾക്ക്. ഇതൊക്കെ ഈസിലി ആക്സസിബിൾ ആക്കും, ആളുകൾക്ക് വേഗം എടുക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തായിരിക്കും. കാരണം പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് ഈമാനുള്ളവർക്ക് അത് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് കിട്ടിയാലോ മാഷാ അല്ലാഹ് പോവല്ലേ ചെയ്യാം. കാഫിർ, പക്ഷെ ഈമാൻ കുറഞ്ഞ സത്യനിഷേധികൾക്ക് വലിയൊരു ഒരു ഇതായിരിക്കും, എന്താ പറയുക, ഒരു പരീക്ഷണമായിരിക്കും. കാരണം അവർക്ക് പിന്നെ നിഷേധിക്കാൻ കഴിയില്ല. മറ്റേത് സംശയത്തിൻ്റെ മുകളിൽ എനിക്ക് അറിയാനായിട്ടായിരുന്നു അങ്ങനെയൊക്കെ പറയാമല്ലോ. ഇത് അങ്ങനെ അറിയാത്ത പ്രശ്നം വരില്ല. കാരണം ആ ഒരു സമയത്ത് അള്ളാഹിലേക്കുള്ള കവാടങ്ങളൊക്കെ തുറക്കപ്പെടും, അള്ളാഹിലേക്കുള്ള വഴികളൊക്കെ വെളിവാക്കപ്പെടും.
എല്ലാ ഹക്കിൻ്റെ വഴികളും അവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിട്ട് പിന്നെ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ എങ്ങനെയെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അവിടെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു അൽഹംദുലില്ലാ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചതാണല്ലോ നമുക്ക് കിട്ടണത്, അതിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ബോധത്തിൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അതേസമയം കാഫിരീങ്ങൾക്ക്, കാഫിർ എന്ന് പറഞ്ഞാൽ വെറും കുഫർ എന്നുള്ള അർത്ഥത്തിലുള്ള കാഫിറല്ല, ഇതിനെ നിഷേധിക്കുന്ന ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വലിയ പരീക്ഷണമായിരിക്കും. കാരണം ഒറ്റ നിഷേധത്തോടു കൂടി അവർ ഇല്ലാണ്ടായിപ്പോൾ. ലിഅന്നഹു ലാ യർതദ്ദു മിൻ ബഅദി ദാലിക കമാ അന്നഹു ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ഹീനഇദിൻ. ആ ഒരു സമയത്ത് ഒരാളുടെയും വെറും ഈമാൻ കൊണ്ട് കാര്യമില്ല. ആ ഒരു ഘട്ടത്തിൽ ആരും മുർത്തദ്ദായി പോവില്ല, എല്ലാം കറക്റ്റ് വെളിവാക്കപ്പെടും. അവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ പറ്റില്ല. മുഅ്മിനാണോ മുഅ്മിന്, കാഫിറാണോ കാഫിർ, അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിക്കപ്പെടും. ആ ഒരവസ്ഥ ഉണ്ടായിത്തീരും. ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം മുഹ്യിദ്ദീൻ ഇബ്നു അറബി തങ്ങൾ പിന്നെയും പറയാൻ മനസ്സുഹു മാനവകൾ പറയാണ്, വഇന്നമാ ജഅലല്ലാഹു ബിൽ മഅരിബ്. മഅരിബിൽ പിന്നെ എന്തുകൊണ്ടാണ് മഅരിബിൽ എപ്പോഴും ഹക്കിൻ്റെ ആളുകൾ ഉണ്ടാവും, മഅരിബിൽ എപ്പോഴും ഹക്ക് വെളിവാക്കപ്പെടും എന്ന് പറയാൻ കാരണം എന്താ? ഇന്നമാ ജഅലല്ലാഹു ബിൽ മഅരിബ്, അള്ളാഹു അത് അങ്ങനെ മഅരിബ് വെളിവാക്കാൻ കാരണം ലിഅന്നഹു മഹല്ലുൽ അസ്റാരി വൽ കത്ം. കാരണം ആ ഒരു മഗ്രിബ് എന്ന പ്രദേശം മൊറോക്കോ, സെനഗൽ, മൗറിത്താനിയ അങ്ങനെയൊക്കെ പറഞ്ഞ നാടുണ്ടല്ലോ, ആ പ്രദേശം ലിഅന്നഹു അസ്റാരി വൽ കത്ം, അത് രഹസ്യങ്ങളുടെ നാടാണ്. വൽക്കത്തും മറക്കപ്പെട്ടതിൻ്റെ നാടാണ്. വഹുവ സിറുൻ, അതൊരു രഹസ്യമാണ്. ലാ യുൽഹിമുഹുല്ലാഹു ഇല്ലാ ഹുലുൽ ഇഹ്തിസാസ്, അള്ളാഹു പ്രത്യേകത കൊടുത്ത, അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്ത ആളുകൾക്കല്ലാതെ അത് മനസ്സിലാവില്ല, അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനത്തെ രഹസ്യത്തിൻ്റെ നാടാണത്. അപ്പം സുവാസങ്ങൾ പിന്നെ മഗ്രിബിൽ എപ്പോഴും ഹക്കിൻ്റെ ആളുകളുണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? മഗ്രിബ് എപ്പോഴും രഹസ്യത്തിൻ്റെ നാടാണ്. മഗ്രിബ് എപ്പോഴും ആത്മീയമായ രഹസ്യങ്ങളുടെ നാടാണ്, മറക്കപ്പെട്ടതിൻ്റെ നാടാണ്. അവിടെയാണ് മറക്കപ്പെട്ടതൊക്കെ ഉണ്ടാവുക. വെളിവാക്കപ്പെട്ടതാണല്ലോ ശരീഅത്ത്. ത്വരീഖത്തിൻ്റെയും മാരിഫത്തിൻ്റെയും ഒക്കെ ലോകം എന്ന് പറഞ്ഞാൽ പലതും മറക്കപ്പെട്ടതാണ്, അതിൽ കുറച്ചേ വെളിവാക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് മുഴുവൻ ആ നാട്ടിലുണ്ടാവുക, മഗ്രിബ് പ്രദേശത്താണ് ഉണ്ടാവുക. അൽഹംദുലില്ലാ. ഫസ്സറഹു ബി അന്നൽ മഗ്രിബു മഹൽ കത്തം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ഇബ്നു അറബി തങ്ങൾ പറയുന്നത് മഗ്രിബ് എന്ന് പറയുന്നത് കത്തമിൻ്റെ മറക്കപ്പെട്ടതിൻ്റെ നാടാണ് എന്നാണ്. അപ്പോൾ ഇവിടെ മറക്കപ്പെട്ടെന്ന് മുഹ്യിദ്ദീൻ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അൻഖാ മഗ്രിബ് ഫിൽ ഖത്തമിൽ ഔലിയ വ ശംസുൽ മഗ്രിബ് എന്ന് പറയുന്നതും ആ ശംസുൽ മഗ്രിബ് എന്ന് പറഞ്ഞ ഭാഗവും ശരിക്കും മറക്കപ്പെട്ടതെന്നുള്ള സൂചന തന്നെ നൽകാനായിരിക്കണം. കാരണം ഇവിടെയും മറക്കപ്പെട്ടെന്ന് മഹാനവറുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. മഹല്ലുൽ ഖത്തം, അത് ഖത്തമിൻ്റെ മറക്കപ്പെട്ടതിൻ്റെ നാടാണ്. കമാ അലാഫു ഫി തർജമത്തി അശംസുൽ മഅതൂഫത്ത് അലൽ ഖത്തം, ഈ ശീർഷകത്തിൽ പിന്നെ ഷംസ് എന്നതിനെ ഖത്തമിലേക്ക് ചേർത്തി പറഞ്ഞത് ഇലൽ മഗ്രിബ് ഫാരിഫ് ദാലിക. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. വഖദ് ദക്കറ സയ്യിദുന റളിയല്ലാഹു അൻഹു, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫി മസായ കുതുബുൽ മക്തൂം, കുതുബുൽ മക്തൂമിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലദി യഹ്തസ്സു ബിഹി ബിഹാ, അത് അതിൽ പെട്ടതാണ്. അന്നൽ ഹഖ യതജല്ലാ ലഹു, കുതുബുൽ മഖ്തൂമിന് ഹഖ് സുബ്ഹാനഹു തആല വെളിവാകും. ഫീ ലഹദത്തിൽ വാഹിദ, ഒരൊറ്റ നിമിഷം. മിഅത അൽഫി തജല്ല, 1,00,000 തജല്ലി കൊണ്ട്. യുഅതീഹി ഫീ കുല്ലി തജല്ലിൻ മാ യുഅതീഹു ലി അഹ്ലിൽ ജന്നത്തി മിഅത അൽഫി മറത്തിൻ ഔ അക്സർ. ആ 1,00,000 തജല്ലിയിലുള്ള ഓരോ തജല്ലിയും സ്വർഗത്തിലുള്ള മുഴുവൻ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന തജല്ലിയുടെ 1,00,000 മടങ്ങോ അതിലോ കൂടുതലാണ്, അതിൻ്റെ കൂടുതലുമാണ്. കുത്തുബുൽ മക്തൂമിന് അള്ളാഹു കൊടുക്കുന്ന തജല്ലി, ഒരു നിമിഷം കൊടുക്കുന്ന തജല്ലി എന്ന് പറഞ്ഞാൽ 1,00,000 തജല്ലിയാണ്. അള്ളാഹു തജല്ലി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു കുത്തുബുൽ മക്തൂമിൻ്റെ മുമ്പിൽ വെളിവാകുന്ന ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഒരു ആയം, അത് 1,00,000 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ 1,00,000-ലെ 1 എന്ന് പറയുന്നത് സ്വർഗത്തിൽ മുഴുവൻ അള്ളാഹു വെളിവാകുന്നതിനെ 1,00,000 തവണ ആക്കിയതോ അതിൽ കൂടുതലോ ആണ്.
പിന്നെയോ വയുഅദ്ദി വളായിഫ കുല്ലു തജല്ലിൻ വഹദഹു ഫീ തിൽകൽ ലഹ്ള. ആ ഓരോ നിമിഷം ഈ 1,00,000 തജല്ലികളോടും അള്ളാഹു ഒളിവാകുന്ന രീതികളോടും ആ കുത്തുബ് അതിൻ്റെ ബാധ്യതകളും അദബുകളൊക്കെ നിർവഹിക്കും. ഒരൊറ്റ നിമിഷാട്ടത്. ഇനി സുമ്മ ഫീ ലഹ്ളത്തി സാനിയ, പിന്നെ രണ്ടാമത്തെ നിമിഷത്തിലേക്ക് കടക്കും. യതജല്ലാ ലഹു ബിമാ യുസയ്യിറു ജമീഅ മാ തഖദ്ദമ മിൻ തജല്ലിയാത്ത്. ഇപ്പം പിന്നെ അവർക്ക് വെളിവാകുന്നത് മുമ്പ് വെളിവാകാത്ത വേറെ കുറേ തജല്ലികളാണ്. ആ തജല്ലികളുടെ പ്രത്യേകത നിസ്ബത്തി ഇലൈഹി ജുസ്ഉം മിൻ മിഅത്തി അൽഫി ജുസ്ഉം മിൻ തജല്ല വാഹിദ് മിൻഹാ. മുമ്പത്തെ നിമിഷത്തിൽ വെളിവായ തജല്ലിനെ അപേക്ഷിച്ച് അതിൻ്റെ 1,00,000 മടങ്ങാണ് ഇതിൻ്റെ ഒരൊറ്റ തജല്ലി, രണ്ടാമത്തെ നിമിഷം വെളിവാകുന്ന തജല്ലി. ഒന്നാമത്തെ നിമിഷത്തിൽ വെളിവാകുന്ന 1,00,000 തജല്ലി സ്വർഗത്തിലുള്ള മുഴുവൻ അള്ളാഹു വെളിവാകുന്നതിൻ്റെ 1,00,000 മടങ്ങാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ 1,00,000 ആണ് ഒരു നിമിഷം ഈ ഒരു കുത്തുബുൽ മക്തൂമിൽ ലഭിക്കുന്നത്. അടുത്ത നിമിഷമാണെങ്കിലോ, അടുത്ത നിമിഷം ഇതിലുള്ള മൊത്തം ഉണ്ടല്ലോ അതിൻ്റെ 1,00,000 മടങ്ങായിരിക്കും ഒരു നിമിഷം. അടുത്ത നിമിഷത്തിൽ ഒരു തജല്ലിയിൽ കുതുബിന് ലഭിക്കുക. അങ്ങനത്തെ 1,00,000 മടങ്ങ്. വഹാകദാ ഫീ ലഹ്ളത്തില്ലതി ബഅദഹ. ഇങ്ങനെ ഓരോ നിമിഷവും കടന്നു പോകും. ഇലാ മാ ലാ നിഹായത ലഹ. അങ്ങനെ അതിനും കണക്കില്ലാത്ത രൂപത്തിൽ. ഒരു കുത്തുബുൽ മക്തൂം എന്ന സ്ഥാനത്ത് എത്തിയ ഒരു മഹാന്റെ വലുപ്പത്രയായിരിക്കും. ഈ ഒരു മക്കാം വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയനും ഔലിയാക്കന്മാർക്ക് ഈ കുത്തുബുകൾക്കോ അഖ്താബിങ്ങൾക്കോ ചിന്തിച്ചിട്ട് എത്തിക്കാൻ പറ്റാത്ത, അതുകൊണ്ട് ഓല് എത്തിയെന്നില്ല എന്നല്ല, അവരുടെ ചിന്തകൾ പോലും എത്താൻ പറ്റാത്ത, അവരിൽ ആർക്കും മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരു മക്കാമാണ് കുത്തുബ് മക്തൂം. എൻ്റെ ഷെയ്ഖ് കുത്തുബാണെന്ന് പറയാം എന്ന് കരുതി ആ കുത്തുബിനെ പറ്റി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും ആ മക്കാമിൽ കയറി നിന്നിട്ടുണ്ട്. എൻ്റെ ഷെയ്ഖ് ഖത്തമാണെന്ന് പറയാം, അതും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതും പല ആൾക്കാരും കയറി നിന്നിട്ടുണ്ട്. ഖത്തമുൽ ഔലിയാന്ന് വിചാരിക്കുക, അതും ആരും കയറി നിന്നിട്ടില്ല. പക്ഷെ അത് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഒരാളെ ഉണ്ടാവുള്ളൂ, അതും ശരിയാണ്. എന്നാൽ കുത്തുബുൽ മക്തൂമിനെ കുറിച്ച്, ആ ഒരു മക്കാമിനെ കുറിച്ച് ആർക്കും ഒരു ബോധം തന്നെയില്ല. അതുണ്ടെന്നേ അറിയുള്ളൂ, പക്ഷെ എന്താണ് അതെന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ മഹത്വവും അതിൻ്റെ വലുപ്പവും ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അത്ര ഉന്നതമായ സ്ഥാനത്താണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾക്ക് അള്ളാഹു നൽകിയ തൗഫീഖ് എത്രമാത്രമാണ്. അങ്ങനത്തെ ഒരു വിലായത്തിൻ്റെ മക്കാം എത്തിച്ചൊരു മഹാൻ്റെ മഹാൻ വഴിയുള്ള ഔറാദുകൾ കൊണ്ടെടുക്കാൻ പറ്റിയെന്നുള്ള ഒരു മഹത്വം എത്രയാണ്. നമ്മൾ ശരിക്കും അള്ളാഹു നമുക്ക് ഇതിനേക്കാൾ വലുത് ഇനി എന്താ ബാക്കിയുള്ളത്? അള്ളാഹു ഇത് തന്നിട്ട് ദുനിയാവിലുള്ള എല്ലാം എടുത്തു കളഞ്ഞു, ആഖിറത്തിലുള്ള എല്ലാം എടുത്തു കളഞ്ഞു. നമുക്ക് എന്താ നഷ്ടപ്പെട്ടു? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കിട്ടേണ്ടതൊക്കെ അള്ളാഹു നൽകി കഴിഞ്ഞു ഈ ഒറ്റ കാര്യം കൊണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹമാണത്. ഒമിൻ മസായ അല്ലദി യഹ്തസ്സു ബിഹാ ഫി ഹാദൽ മക്കാം. ഈ ഒരു മക്കാമിൽ എത്തിച്ച ഒരു മഹാന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അന്നലഹു വഖഫതൻ വ മുഖാബലതൻ. അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട്, ഒരു നിൽപ്പുണ്ട്. മുഖാബലത്തൻ, അദ്ദേഹത്തിനൊരു ദിശയുണ്ട്, നേരെ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ട്. ഫി ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ ലം തകുൻ ലി അഹദിൻ മിൻ അഖാബിർ റളിയല്ലാഹു അൻഹു അജ്മഈൻ. ലോകത്തുള്ള ഒരു വലിയനുമില്ലാത്ത ഹഖീഖത്തുൽ മുഹമ്മദിയയിലേക്ക് നേരിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഈ ഒരു വലിയന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ വലിയനെ ആ സ്ഥാനത്ത് നിൽക്കാൻ കഴിയും. ആ വലിയന് മാത്രമേ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഹഖീഖത്തുൽ മുഹമ്മദിയനെ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു മക്കാമ് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ലോകത്തുള്ള ഒരു വലിയനും അങ്ങനെ കൊടുത്തിട്ടില്ല. ഒമിൻഹ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മക്കാമിലെത്തിച്ച ആളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അന്നമാ യുഫീദുഹു കുല്ലു ഖുത്ബിൻ ഫീ ദമനിഹി മിനൽ അംദാദി അലാ ജമീഇൽ അവാലിമിൽ ഹൽഖിയ്യ. ഓരോ കാലഘട്ടത്തിലും നിൽക്കുന്ന കുത്തുബ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ സൃഷ്ടികൾക്കും നൽകുന്ന എല്ലാ മദതുകളും നമ്മൾ മുമ്പ് പറഞ്ഞു. ഒരു കുത്തുബാണ് ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന മദതുകൾ മുഴുവൻ വിതരണം ചെയ്യുന്ന ആൾ. ആ വിതരണം ചെയ്യുന്ന കുത്തുബ് ആ കാലഘട്ടത്തിൽ എന്തൊക്കെ നൽകുന്നുണ്ടോ അതൊക്കെ ഇന്നമാഹു അബി വസാത്തിഹി, അത് മുഴുവൻ ഈ കുത്തുബുൽ മക്തൂമിൻ്റെ മധ്യസ്ഥതയോടെ കൂടിയാണ്.
മധ്യവർത്തിത്വത്തിലൂടെ കൂടിയാണ്, ഇടനിലക്കാരനായി നിന്നതുകൊണ്ട് മാത്രമാണ്. ആ കുത്തുബിന് എന്തൊക്കെ കിട്ടുന്നുണ്ടോ കിട്ടുന്നത് മുഴുവൻ ഈ ആളിലൂടെയാണ്, വേറെ ആളിലൂടെയും കിട്ടൂല. ലാക്കിൻ ലം യറോഹാലി അന്നഹ മഹജൂബത്തുൻ. പക്ഷേ ഇദ്ദേഹത്തിലൂടെയാണ് കിട്ടുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. കാരണം എന്താണ്? അദ്ദേഹം മറിഞ്ഞു കിടക്കായതുകൊണ്ട് എവിടുന്നോ കിട്ടുന്നുണ്ട്, പക്ഷെ ആരാന്ന് മനസ്സിലാവില്ല, ഇദ്ദേഹത്തിൽ നിന്നാന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ കുത്തുബുകൾക്കും അവർ എന്തൊക്കെ മദത് ആളുകൾക്ക് നൽകുന്നുണ്ടോ അതൊക്കെ കുത്തുബിൽ നിന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഔലിയാക്കന്മാരുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ എന്നാണ് നമ്മളെ ചോദ്യം പലപ്പോഴും. ഞാൻ ഇന്ന ഷെയ്ഖിൻ്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ, ചെറിയൊരു കാര്യത്തിന് മൂപ്പരിനെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ആൾ വലിയൊരു മഹാനാന്ന് പറയുന്നുണ്ട്, അവിടെ നിന്ന് പോയി നോക്കട്ടെ. ഇതൊക്കെ നമ്മൾ ഹൃദയത്തിലുള്ള ചോദ്യം. അതൊക്കെ അദ്ദേഹം ഓരോക്കെ എത്ര വലുതായാലും മാക്സിമം വലുതാവുക എവിടം വരെയാ? കുത്തുബാവുമായിരിക്കും. അതിൻ്റെ പുറത്ത് വലുതാവാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ചും തിജാനി ത്വരീഖത്തിന് ശേഷം തിജാനിയത്തിൽ നിന്ന് തന്നെ കുത്തുബാനിയത്തിൽ വെളിവാവുന്നുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ എല്ലാം തന്നെ കരുതുക, മറ്റു ത്വരീഖത്തുകളിൽ നിന്നൊക്കെ മശായിഖന്മാരെ കുത്തുബാവുന്നു കരുതുക. അങ്ങനെയാണെങ്കിൽ തന്നെ മാക്സിമം അവർക്ക് എത്താൻ പറ്റിയ കുത്തുബാനിയത്ത് എന്നുള്ള മക്കാമല്ലേ. എന്നാൽ ഓരോ കുത്തുബിനും അവർ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ആളുകൾക്കും അവരെന്തൊക്കെ നൽകുന്നുണ്ടോ അത് ഈ കുത്തുബുൽ മക്തൂം എന്നുള്ള മക്കാമെന്ന് കിട്ടുന്നതാണ്. എന്നാൽ നമ്മൾ അവരെ ആ ആളെ എടുത്തുനിന്നാണ് മറ്റേ ആളടുത്തേക്ക് പോകുന്നത്. ഈ കുത്തുബിന് കൊടുക്കുന്നത് മൂപ്പരാണ്, അവരുടെ ഒഴിവാക്കിയിട്ടാണ് മറ്റടുത്തേക്ക് പോയിട്ട് നമ്മളിങ്ങനെ കെഞ്ചണത്. നമ്മൾ ഇത്രത്തോളം താന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് തിജാനികളോട് നിങ്ങൾ വേറെ അടുത്തേക്കും പോകരുതെന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും വലിയ മക്കാമിലായതുകൊണ്ടാണ്. വഹുവ യസ്തഫീദു മിൻ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ ഫീമാ യുഫീദു അലാ കുല്ലി ഖുത്ബിൻ മുദ്ദത്ത ഹയാത്തിഹി. ഓരോ കുത്തുബും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എത്രത്തോളം ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രത്തോളം കാലം ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ നിന്ന് എന്തൊക്കെ അവർ നേടുന്നുണ്ടോ ആ നേടിയത് മുഴുവൻ അവർ നേടുന്നത് ഈ കുത്തുബിലൂടെ മാത്രമാണ്, വേറെ ആരിലൂടെയല്ല. അവർക്ക് നേരിട്ട് നേടാൻ കഴിയില്ല. വഫീ ബഅദുഹാ അലാ അവാലിമിൽ ഹൽഖിയ്യത്തി ഫീ സമനിഹി ബിലാ വാസിത. അതുപോലെ തന്നെ ഈ കുത്തുബുൽ മക്തൂം വെളിവായാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ ഉള്ള ആളുകൾക്കും ഒരു ഇടനിലക്കാരനും ഇല്ലാതെ നൽകുന്നതും മൂപ്പർ തന്നെയാണ്. ഇല്ല ആരിദാലിക്കും വസായിൽ അദീം. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ അദ്ദേഹത്തിനായിട്ടുണ്ട്. വാമ്മ വജഹു തസ്മിയത്തു മക്തൂമൻ. പിന്നെ മക്തൂം അതായത് മറക്കപ്പെട്ടത് എന്ന വാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫലി അന്ന ലഹു മർത്തബത്തുൻ ബാത്തിന. എന്തുകൊണ്ടാണ് അത് മറക്കപ്പെട്ടെന്ന് പറയുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലി അന്ന ലഹു മർത്തബത്തുൻ ബാത്തിന. ആ ഒരു മക്കാം എത്തിച്ച ഒരാൾക്ക് ഒരു രഹസ്യമായ മക്കാം ഒരു അവസ്ഥയുണ്ട്. ലാ യഅലമു ഹഖീഖതുഹു ഫി തിൽക്കൽ മറാത്തിബ്. ആ മർത്തബനെ കുറിച്ച് ആർക്കും, അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. അഹദും ഇലല്ലാഹി തബാറക വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ ഒരു മനുഷ്യനും ഒരു വലിയനും അങ്ങനെ ഒരു മക്കാമിനെ കുറിച്ച് അറിയില്ല. അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്കും അല്ലാതെ ഒരു മനുഷ്യനും, അദ്ദേഹം എത്ര വലിയ ആളാണെങ്കിലും അങ്ങനെ ഒരു മർത്തബനെ കുറിച്ച് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മർത്തബനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, എനിക്ക് അള്ളാഹിൻ്റെ അടുക്കൽ ഒരു സ്ഥാനമുണ്ട്, അത് ഞാനെങ്ങാനും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയിക്കപ്പെട്ട സ്ഥാനമല്ല, അതെങ്ങാനും ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഉയർന്ന ആരിഫ്യങ്ങൾ വരെ എൻ്റെ തലർത്ത് കളയുമായിരുന്നു. അപ്പോൾ അത്രയും ഉന്നതമായ ഒരവസ്ഥ അത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ അറിയുള്ളൂ. വദാലിക ലിഅന്ന ലഹു നിസ്ബത്തുൻ മിൻ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ. കാരണം മഹാനവറുകൾക്ക് ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ നിന്നുള്ളൊരു ഓഹരി ഉണ്ട് എന്ന കാരണം കൊണ്ടാണത്. വഹിയ മർത്തബത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂൽ സല്ലല്ലാഹു മർത്തബയാണ്. അപ്പോൾ ആ കുത്തുബുൽ മക്തൂം എന്ന് പറയുന്ന മക്കാമിൽ നിൽക്കുന്ന മഹാന് ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ നിന്നുള്ള ഓഹരിയുണ്ട്, പ്രത്യേകമായ ഒരു ഓഹരിയുണ്ട്, വേറെ ആർക്കും ഇല്ലാത്ത. ആ ഹഖീഖത്തുൽ മുഹമ്മദിയാവട്ടെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മർത്തബയാണ്. അല്ലതി ലം യത്തലി അലൈഹാ അഹദുൻ, അത് വേറെ ആർക്കും അള്ളാഹു വെളിവാക്കി കൊടുത്തിട്ടില്ല. വലാ യഅലമുഹാ ഇല്ലല്ലാഹ്, അത് അള്ളാഹുവിനെ അല്ലാതെ ആർക്കും അറിയില്ല. വസാഹിബുഹ, അതുപോലെ തന്നെ അതിൻ്റെ ഉടമയായ റസൂലുള്ളാഹിങ്ങൾക്കും അല്ലാതെ, അത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ആ ഒരു മക്കാമിനെ കുറിച്ച് ആർക്കും അറിയില്ല. അങ്ങനത്തെ ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ നിന്നുള്ള ഓഹരി ആ കുത്തുബുൽ മക്തൂം എന്ന മഹാനുണ്ട്, അത് വേറെ ആർക്കും ഇല്ല.
മറ്റുള്ളവർക്കൊക്കെ അവരിൽ നിന്ന് സ്വീകരിക്കുന്ന മക്കാമേ ഉള്ളൂ. ഇത് ഹഖീഖത്തുൽ മുഹമ്മദിൻ്റെ ഉള്ളിൽ തന്നെ അവർക്കൊരു ഓഹരിയുണ്ട്. അതുകൊണ്ടാണത്. ഖാല സയ്യിദിന റളിയല്ലാഹു അൻഹു, സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, വഹാദാ ഹുക്മു ലഹാ ഫിദ്ദുനിയ വൽ ആഖിറ. ഇത് ദുനിയാവിൽ മാത്രമാണ് നിങ്ങൾ വിചാരിക്കേണ്ട, ആഖിറത്തിലും ആർക്കും മനസ്സിലാവില്ല. ഇത് ആഖിറത്തിലും ഉള്ള ഹുക്കുമാണ്. വകദാലിക ഹഖീഖത്തു ഹാദൽ ഖുത്ബുൽ മഖ്തൂം ലഹാ ഹാദൽ ഹുക്മുൽ മദ്കൂർ ഫിദ്ദുനിയ വൽ ആഖിറ. ഇവിടെ ഈ പറയപ്പെട്ട വിധി ഉണ്ടല്ലോ, ഈ മഖാമിനെ കുറിച്ച് ആർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ വിധി, അത് ദുനിയാവിലും ആഖിറത്തിലൊക്കെ ശരി തന്നെയാണ്. ആർക്കും മനസ്സിലാവില്ല ആഖിറത്തിലും. അഹ്മദ് തിജാനി തങ്ങളെ നാളെ ഇതാണ് നിങ്ങൾ സ്വീകരിച്ച ഇമാമ്, ഇദ്ദേഹത്തിൽ നിന്നാണ് എല്ലാം നിങ്ങൾ കിട്ടുന്നതെന്ന് പ്രഖ്യാപിക്കപ്പെടുമെന്ന് പറഞ്ഞല്ലോ, അത് ഖത്മുൽ വിലായത്തിൻ്റെ മക്കാമ. എന്നാൽ കുതുബുൽ മഖ്തൂം എന്നൊരു അവസ്ഥ ഉണ്ട്, അത് പരലോകത്തും ആർക്കും കൂടി വാക്ക് കൊടുക്കൂല. വഹാദാ ഹുവ മഅനാ ഖത്മിയ്യ, ഇതാണ് ഖത്മിയ്യത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വഹുവല്ലദീ അശാറ ഇലൈഹി നാദിമി ഖൗലി, അതാണ് കവി മഖാമിഹിൽ മഖ്തൂം എന്ന വരികളിലൂടെ ഉദ്ദേശിച്ചത്. ഫഖദ് അശാറ ഇലാ ഹഖീഖതിഹാ, മഹാനവറുകൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോയത്. ബിമാ യുമയ്യിസുഹാ അൻ ഐരിഹാ ബിലാ റൈബിൻ, വേറെ ആർക്കും ഇല്ലാത്ത പ്രത്യേകമായൊരു മഖാമിലേക്ക്. വഖാല സയ്യിദുനാ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഫീമാ യുശീറു ഇലാ ശുഫൂഫി മറാത്തിബിൽ ഖത്മിയ്യ, ഖത്മിയ്യത്തിൻ്റെ ഉന്നതമായ അവസ്ഥകളെക്കുറിച്ച് വിവരിക്കുമ്പോൾ അതിലേക്ക് സൂചന നൽകിക്കൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിസ്ബത്തുൽ അഖ്താബി മഅഹു, അതായത് അഖ്താബിങ്ങൾക്ക്, കുതുബുകൾക്ക് അവരോടുള്ള ബന്ധം, അവരോടുള്ള താരതമ്യം എന്ന് പറയുന്നത് യാനി അൽ കുതുബുൽ മഖ്തൂം, കുതുബുൽ മഖ്തൂമിലേക്കുള്ള കുതുബുകളുടെ താരതമ്യം എന്ന് പറയുന്നത് കനിസ്ബത്തിൽ ആമ്മത്തി മഅൽ അഖ്താബ്, പൊതുജനങ്ങളെ കുതുബുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് പോലെയാണ്. നിങ്ങൾ കുതുബുകളെ കുതുബുൽ മഖ്തൂമിനുമായിട്ട് താരതമ്യം ചെയ്യുന്നത് പൊതുജനങ്ങളെ കുതുബുകളുമായി താരതമ്യം ചെയ്യുന്നത് പോലെയാണ്. ലിഅന്ന മഖാമഹു ഫീ ഗൈബിൽ ഗൈബ്, കാരണം ആ കുതുബുൽ മഖ്തൂമിൻ്റെ മഖാമ് ഏറ്റവും രഹസ്യമായ രഹസ്യത്തിൻ്റെ മഖാമാണ്. ലാ ഇൽമ ലഹും ബിഹി ലാ ഫി ദുനിയ വലാ ഫിൽ ആഖിറ, അത് ആ മഖാം എന്താണെന്ന് ദുനിയാവിലും ആഖിറത്തിലും ആർക്കും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു മഖാമാണത്. അപ്പോൾ ആ ഒരു മഖാം എത്തിച്ച സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അവസ്ഥ എത്രയായിരിക്കും? നമ്മൾ മഹാനവകളുമായി കമ്പയർ ചെയ്യുന്നത് മറ്റ് കുത്തുബുകളല്ലേ? മഹാനവകൾ തന്നെ പറഞ്ഞില്ലേ, എന്നെ കുത്തുബുകളുമായി നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് കുത്തുബുകൾ സാധാരണക്കാരുമായിട്ട് താരതമ്യം ചെയ്യുന്ന പോലെയാണ്. നിങ്ങളെന്ത് പൊട്ടനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഞാൻ വേറെ ലോകത്താണ്, ഒരു വേറെ ലോകത്താണ്. നിങ്ങൾ എൻ്റെ ത്വരീക്കത്തിനെയും മറ്റു ത്വരീക്കത്തുകളെയും താരതമ്യം ചെയ്യല്ല, എൻ്റെ മക്കാമിനെയും മറ്റു മക്കാമുകളെയും താരതമ്യം ചെയ്യല്ല. അവർക്കൊക്കെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ട്, അതിനൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ അതും എൻ്റെ അവസ്ഥകളൊന്നും നിങ്ങൾ താരതമ്യം ചെയ്യല്ല, അത് നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റൂല. കാരണം സയ്യിദുനാ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ലൈസത്ത് മർത്തബത്തുൻ കാമിലത്തുൻ മിൻ കുല്ലി വജ്ഹിൻ, എല്ലാർത്ഥത്തിലും പരിപൂർണമായ ഒരു മർത്തബ ഇല്ല. വസാഹിബുഹ മുഹീത്തും ബി ജമീൽ മറാത്തിബ്, എല്ലാ മർത്തബുകളെയും എല്ലാ ആത്മീയമായ സ്ഥാനങ്ങളെയും പൊതിയുന്ന ഒരു മനുഷ്യനും ഇല്ല. ഇല്ലാ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വലി കുത്തുബുൽ മഖ്തൂം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തുബുൽ മഖ്തൂം അല്ലാതെ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുത്തുബുൽ മഖ്തൂം എന്ന മഹത്വമുള്ള ഈ വലിയനും മാത്രമാണ് എല്ലാ മർത്തബുകളിലും, ആത്മീയമായ മർത്തബുകളിലും കാമിലീയത്തുള്ളത്, പരിപൂർണത ഉള്ളത്. എല്ലാ ആത്മീയമായ സ്ഥാനങ്ങളെയും പൊതിയുന്നത് അവർ രണ്ടുപേരും മാത്രമാണ്, വേറെ ആരുമല്ല. ഫൈന മർത്തബഹു യഅനി ബൈന മറാത്തിബിൽ ഔലിയ ജാമിഅത്തുൻ മുഹീതത്തുൻ ജമീൽ മറാത്തിബ്, അദ്ദേഹത്തിൻ്റെ ഔലിയാക്കന്മാരുടെയുള്ള മർത്തബ എത്രത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാ ഔലിയാക്കന്മാരുടെയും എന്തൊക്കെ മർത്തബുകളുണ്ടോ ആ മർത്തബകളെ മുഴുവൻ, ആ സ്ഥാനങ്ങളെ മുഴുവൻ, ആ മഹത്വങ്ങളെ മുഴുവൻ എല്ലാത്തിനും ഒരുമിച്ച് കൂട്ടിയ ആളാണ് അദ്ദേഹം. വഹാദ അയ്ദൻ ഫി യുസദ്ദിഖ്, ഇത് ശരിവെക്കുന്നതാണ് എന്ത്? ഇഷാറത്തു ഷെയ്ഖ് മഹ്മൂദുൽ ഖുർദി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മഹ്മൂദുൽ ഖുർദി റളിയല്ലാഹു അൻഹു തങ്ങളുടെ വാക്കുകളെ. ലമ്മാ ഖാല ലഹു സയ്യിദുന റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായിരുന്ന മഹ്മൂദുൽ ഖുർദി റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചല്ലോ, മത്ലബിൽ ഖുത്ബാനിയത്തുൽ ഉദ്മാ,
എൻ്റെ ആഗ്രഹം കുത്തുബാനിയത്തുൽ ഉളമയാണെന്ന് പറഞ്ഞപ്പോൾ ഫഖാലലഹു അദ്ദേഹം പറഞ്ഞു ലക അക്സറുമിൻ, നിങ്ങൾക്ക് അതിനേക്കാളൊക്കെ വലുതുണ്ട്, അതിനേക്കാളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഒരുപാട് കിട്ടാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഇതുകൂടി സൂചിപ്പിക്കുന്നതാണ്. ഒരു കുത്തുബ് ആണെന്ന് മാത്രമല്ല, ഹത്തുമാണെന്ന് മാത്രമല്ല, കുത്തുബുൽ മക്തൂമും കൂടിയാണ് എന്നതാണ് അതിൻ്റെ തെളിവ്. ഒമിൻ ദാലിക അന്നഹു റളിയല്ലാഹു അൻഹു, അതിൽപ്പെട്ടതാണ്, അതായത് ഈ കുത്തുബുൽ മക്തൂമിൻ്റെ മഹത്വങ്ങളിൽ വിശേഷണങ്ങളിൽ പെട്ടതാണ് അന്നഹു റളിയല്ലാഹു അൻഹു തലബ മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തേടിയത് എന്താ തേടിയത്? അയ്യജ്മഅ അല്ലാഹു ലഹു ബൈനൽ ഖുതുബിയ്യതി വൽ ഫർദാനിയ്യ, അദ്ദേഹത്തിന് മഹാനവറുകൾക്ക് ഖുതുബിയ്യത്തിൻ്റെയും ഫർദാനിയത്തിൻ്റെയും അവസ്ഥകൾ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കണം എന്ന്. ഫളമിന ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവിടത്തേക്ക് ഉറപ്പ് നൽകി. ദഖറു ഫി ജാമി, കിതാബുൽ ജാമിയിൽ ഇത് കാണാം. അപ്പോൾ ഖുതുബാനിയത്തും ഫർദാനിയത്തും തമ്മിൽ വ്യത്യാസം എന്താണ്? ഒരു കാലഘട്ടത്തിൽ ഖുത്തുബിന് ഫർദ് എന്ന് പറയുന്ന മക്കാമിലെത്തിയ ഔലിയാക്കന്മാർ അള്ളാഹുവിൻ്റെ ജലാലിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഖുത്തുബിൻ്റെ പരിധിയിലില്ലാത്ത കുറച്ച് ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞത് കാണാം. ജവാഹർ മാനി അതിന് വിശദീകരണമുണ്ട്. ഖുത്തുബിൻ്റെ കീഴിലാണ്, ഒരു കാലഘട്ടത്തിൽ ഖുത്തുബിൻ്റെ കീഴിലാണ് എല്ലാം വരിക എങ്കിലും അതിൽ നിന്ന് ഒഴിവായ കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഫർദാനിയ അഫ്രാദുകളാണ്. അഫ്രാദുകളുടെ പ്രത്യേകത, അവർക്ക് അള്ളാഹു അവൻ്റെ വിശ്വാസങ്ങളുടെ അടുത്ത് നേരിട്ട് കണക്ഷൻ ഉണ്ടാവും, ഖുത്തുബിലൂടെ അല്ലാതെ. അവർ അള്ളാഹുവിൻ്റെ ജലാലിയത്തുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്ന അള്ളാഹിൻ്റെ മറഞ്ഞ കുറച്ച് ഔലിയാക്കന്മാരാണ്. അപ്പോൾ ഈ ഫർദുകൾക്ക് ഖുത്തുബിനെ അപേക്ഷിച്ച് ചില വിശേഷണങ്ങളുണ്ട് അഫ്രാദുകൾക്ക്. എന്നാൽ അഫ്രാദുകൾക്ക് അപേക്ഷിച്ച് ഖുത്തുബിന് അവരെക്കാൾ ഉന്നതമായ വേറെ വിശേഷണങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും അറിയാവുന്നത് കൊണ്ട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു റസൂലുള്ളാഹിയോട്, റസൂലുള്ളാഹിങ്ങളെ എനിക്ക് ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടിത്തരണം, എനിക്ക് ഖുതുബിയ്യത്തിൻ്റെ മക്കാമും വേണം, ഫർദാനിയത്തിൻ്റെ മക്കാമും വേണം. ഇത് രണ്ടും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. വറഅയ്തു ബിഹദ്ദുൽ ഖലീഫൽ മുഅദ്ദം, ഞാൻ കണ്ടിട്ടുണ്ട്, റഅയ്തുഹു ബിഹത്തിൽ ഖലീഫത്തുൽ മുഅദ്ദം, ഏറ്റവും വലിയ ഖലീഫയായിട്ടുള്ള സയ്യിദി അലി ഹറാസിമി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കയ്യേത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഫീ ബഅദി തഫായിദിഹി, അദ്ദേഹത്തിൻ്റെ ചില കുറിപ്പുകളിൽ. മുറാദ് വല്ലാഹു തആല അലം, മുറാദ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഖുതുബാനിയത്തും ഫർദാനിയത്തും ഒരുമിച്ച് കൂട്ടാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അൻ യജ്മഅ ലഹു മാ ഇഹ്തസ്സ ബിഹി ഖതാബു അനിൽ അഫ്റാദ്, അല്ലാഹു തആല അദ്ദേഹത്തിന് അഫ്രാദുകൾക്കും ഇല്ലാത്ത കുതുബുകൾക്കുള്ള വിശേഷങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നൽകണമെന്നും മാ മഹ്തസ്സ ബിഹി അഫ്റാദു മഅൽ അഖ്താബ്, അഖ്താബിങ്ങൾക്കില്ലാത്ത അഫ്രാദിങ്ങൾക്കുള്ള കാര്യങ്ങളും അതും നൽകണം എന്നാണ്. ഫൈന്നഹും യഫ്ളലൂനഹും മിൻ ജിഹത്തിൻ വഹും കദാലിക അയ്ലൻ, കാരണം കുത്തുബുകൾ അഫ്രാദുകളെക്കാളും ഒരു ഭാഗത്ത് വലിപ്പമുള്ളവരാണ്, അഫ്രാദുകൾ കുത്തുബുകളെക്കാളും മറ്റൊരു ഭാഗത്തും വലിപ്പമുള്ളവരാണ്. ഇത് രണ്ടും കൂടിയും അഹ്മദ് ടിജാനി തങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടണം എന്നാണ് മഹാനവറുകൾ വിശ്വാസങ്ങളോട് ചോദിച്ചത്. അസുബമാഹുവ മദ്കൂറു ജവാഹൽ മഹാനി, ഇതാണ് ജവാഹൽ മഹാനിയിൽ പറഞ്ഞിട്ടാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളിൽ നിന്ന്. മഖാമുൽ അഫ്രാദ് എന്നുള്ള മക്കാമ് അതെന്താണ്? ബൈന സിദ്ദീഖിയ്യത്തി വൽ നുബുവ, അത് നുബുവത്തിൻ്റെയും സിദ്ദീഖിയത്തിൻ്റെ ഇടയിലുള്ളൊരു മക്കാമാണ്. സിദ്ദീഖിങ്ങളുടെ ഏറ്റവും ഉന്നതമായ മക്കാമ് എത്തിച്ച ആൾക്കാരാണ് കുത്തുബുകൾ. എന്നാൽ ഈ അഫ്രാദുകൾ എന്ന് പറയുന്ന മക്കാം എത്തിച്ച ആൾക്കാർ അവിടെ നുബുവത്തിൻ്റെയും സിദ്ദീഖിയത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാൾക്കാരാണ്. വനദീറുഹും മിനൽ മലായിക്ക, മലായിക്കത്തുകളിൽ അവരുടെ സമന്മാർ, അർവാഹുൽ മുഹയ്യമൂന ഫി ജലാലില്ലാ, അള്ളാഹുവിൻ്റെ ജലാലിൽ പൂർണ്ണമായി ലയിച്ചു ചേർന്ന ചില അർവാഹുകളെ പോലെയാണ്. അതുപോലെ ഈ ഔലിയാക്കന്മാരുടെ ഇടയിലും അള്ളാഹുവിൻ്റെ ജലാലിൽ പൂർണ്ണമായി ലയിച്ചു ചേർന്ന കുതുബിൻ്റെ പരിധിയിലല്ലാത്ത ചില ഔലിയാക്കന്മാരുണ്ട്, അവരാണ് അഫ്രാദുകൾ. ഖാലഹു ഷെയ്ഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു, ഇത് ഷെയ്ഖ് മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞതാണ്. സുമ്മഖാൽ, അദ്ദേഹം ഇതിനായിട്ട് കൂട്ടിച്ചേർത്തിക്കൊണ്ട് പിന്നെയും പറഞ്ഞു, വഖദ് ജഹിലഹും അക്സറുന്നാസ്, ഈ ഒരു മക്കാമിനെ കുറിച്ച്, അതായത് ഫർദാനിയത്തിനെ കുറിച്ച് അധികം ആളുകൾക്കും അറിയില്ല. മിൻ അഹ്ലി ത്വരീഖത്തിന, നമ്മളെ സൂഫികളുടെ ത്വരീഖത്തിൽ അധികം ആളുകൾക്കും അറിയില്ല. അബി ഹാമിദ് അംസാലിഹിം, ഈ അബി ഹാമിദ് അൽ ഗസാലി, ഇമാം ഗസാലി തങ്ങളെ പോലെയുള്ളവരും അദ്ദേഹത്തെ പോലെയുള്ള മറ്റൗലിയാക്കന്മാരും അവരാരും ഈ മക്കാമിനെ കുറിച്ച് അറിഞ്ഞവരല്ല. ലിഅന്നഹും ദൗഖ മഖാമിഹിം അസീസ്,
കാരണം ഈ ഫർദാനിയത്തിൻ്റെ മക്കാമ് അതിൻ്റെ ആത്മീയമായ രുചി എന്ന് പറയുന്നത് ചിന്തകൾക്കപ്പുറമുള്ള ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവരത് രുചിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവരാരും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു മക്കാമുണ്ട്. എല്ലാ ആയിരതാലിക് അതുപോലുള്ള മറ്റു കാര്യങ്ങളും മിമ്മാസാദ ഫീ സയ്യിദിന റളിയല്ലാഹു അൻഹു മിനൽ ഹുസൂസാത്തി വൽ ഫദാഇൽ അലാ ഐരിഹി മിനൽ അഖ്താബിൽ വാസിലീൻ വൽ ആരിഫിൻ കാമിൽ മുഖമ്മിലീൻ റളിയല്ലാഹു അൻഹു അജ്മഈൻ. അതുപോലെ തന്നെ സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു ഈ കുതുബുൽ മഖ്തൂമിൻ്റെ പ്രത്യേകതയിൽപ്പെട്ട കാര്യങ്ങൾ ഉന്നതരായ വാസിലീങ്ങളായ അഖ്താബിങ്ങൾക്കും കാമിലീങ്ങളും മറ്റുള്ളവരെ കാമിലീങ്ങളാക്കാൻ സാധിക്കുന്നവരുമായ ആരിഫീങ്ങൾക്കും ഒന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ കുതുബുൽ മഖ്തൂം എന്ന സ്ഥാനത്തെത്തിച്ച മഹാനുണ്ട് എന്ന കാര്യങ്ങളും മഹാനവകൾ പറഞ്ഞു. ഇനി അടുത്ത ബൈത്ത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ടാണ്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദിവസം പ്രതിപാദിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മളെപ്പോൾ ഈ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഈ മഖാമിനെ കുറിച്ചൊക്കെയുള്ള സംസാരം നമ്മളെ ആത്മീയ യാത്രക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആത്മീയമായ യാത്ര എന്ന് പറയുന്നത് നമ്മളൊരുപാട് ഇബാദത്ത് ചെയ്തത് കൊണ്ടല്ല, നമ്മളൊരുപാട് കഠിനമായ റിയാദുകൾ വീട്ടിയത് കൊണ്ടല്ല. നമ്മൾ ആത്മീയമായ യാത്ര എന്ന പ്രധാനമായും ഷെയ്ഖിൻ്റെ ഹിമ്മത്ത് കൊണ്ടോ ഹാല് കൊണ്ടാണ്. ഷെയ്ഖിൻ്റെ ഹിമ്മത്തും ഹാലും നമ്മളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഷെയ്ഖ് ആരാണെന്നും ഷെയ്ഖിൻ്റെ മഹത്വം എത്ര വലുതാണെന്നും നമുക്കൊരു ഉദാഹരണം ഉണ്ടാവണം. നമ്മൾ ഷെയ്ഖിനെ മറ്റ് സാധാരണ ഔലിയാക്കന്മാരെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ചെറിയൊരു മഹാനെ അല്ലെങ്കിൽ ഏറ്റവും വലിയ കുത്തുബനെ ഇവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഷെയ്ഖിനെ മനസ്സിലാക്കുന്നതെങ്കിൽ നമുക്ക് ഷെയ്ഖിനെക്കുറിച്ചുള്ള ധാരണയിൽ വളരെ കുറഞ്ഞ അളവാണുള്ളത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മദതും അതിനോട് ചേർന്നിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ എത്രത്തോളം ഷെയ്ഖിനെ മഹത്വപ്പെടുത്തുന്നുവോ, എത്രത്തോളം ഷെയ്ഖിനുള്ള നമ്മളില്ലാത്ത മഹത്വം കൊടുക്കണ്ട, ഷെയ്ഖിനുള്ള മഹത്വം അതന്നെ നമുക്ക് കൊടുക്കാൻ കഴിയില്ല, എന്നാലും അതിനെക്കുറിച്ച് എങ്ങനെയെങ്കിലും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ഷെയ്ഖിൽ നിന്നുള്ള മദതും ഷെയ്ഖിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും. നമ്മൾ ആത്മീയമായ യാത്രയും അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഷെയ്ഖിനെ മനസ്സിലാക്കുന്നതിന് തോതനുസരിച്ച് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.